ആലിലത്താലി. രചന മുഹമ്മദ് റാഫി. അവതരണം സൽസ മുസ്തു. അവളെ പൊതിഞ്ഞു പിടിക്കുന്നതിനോടൊപ്പം അവളുടെ ഹൃദയതാളം അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങും പോലെ തോന്നിയവൾക്ക്. പിടയുന്ന മനസ്സിൻ്റെ വേദന മുഴുവൻ അവനിലേക്ക് പകരുന്ന വിധം അവൻ്റെ കൈകൾ അവളെ ഇറുകുന്നതിനോടുകൂടി അവളുടെ കണ്ണീർ അവൻ്റെ നെഞ്ചിലൊരു നീറ്റൽ സമ്മാനിച്ചു. ആ സമയം അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം കൊണ്ട് ചുവപ്പ് കലർന്നിരുന്നു. കത്തിജ്വലിക്കുന്ന കണ്ണുകൾ യദുവിന് നേരെ നീളുമ്പോൾ അവൻ പോലും അറിയാതെ ആ പേര് വായിൽ നിന്ന് വീണുപോയി. ജിതിൻ. ആ പേര് കേട്ടതും ജിതിൻ്റെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഭാവമായിരുന്നു. ഹോ, ആ പമ്പാടി തറവാട്ടിലെ യദുകൃഷ്ണൻ പേര് മറന്നിട്ടില്ല അല്ലേ? ഞാൻ കരുതി പലതും കുഴിച്ചു മൂടിയ കൂട്ടത്തിൽ ഈ ജിതിൻ രാജു ഉൾപ്പെടെ കാണുമെന്ന്. തൻ്റെ മേനെ പൊതിഞ്ഞു പിടിച്ച കരങ്ങൾ മുറുകുന്നതിനോടൊപ്പം അവളെ കാതിൽ അപരിചിതമായ ശബ്ദം പതിഞ്ഞപ്പോഴാണ് നന്ദയ്ക്ക് പെട്ടെന്ന് തൻ്റെ ഇപ്പോഴുള്ള സ്ഥാനം എവിടെയാണെന്ന് ബോധം വന്നത്. ഒരു പിടിച്ചിലൂടെ അവൾ അവനെ നിന്ന് പിടിവിട്ടുകൊണ്ട് ആ മുഖത്തേക്കൊന്ന് നോക്കിയതും ആ കണ്ണുകളിൽ അവളോടുള്ള ഭാവം എന്തെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. വെളുത്ത ശരീരം, നീല നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന കണ്ണുകൾ, നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യത്തിലും ഒളിഞ്ഞിരിക്കുന്ന സ്നേഹം, നെറ്റിയിൽ നിന്ന് കണ്ണിലേക്കെന്ന വിധം വീണ് കിടക്കുന്ന മുടി അവൻ ഒന്നുകൂടെ ഭംഗി കൂട്ടിയിരുന്നു. എന്താടോ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ആരാണെന്നായിരിക്കുമല്ലേ ചിന്തിക്കുന്നത്? അവനുള്ള പെടി അവൾ വിട്ടെങ്കിലും പേടിച്ചരണ്ട് അവളെ ഒരു കൈകൾ കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവനത് ചോദിച്ചത്. നീ എന്താ ജിതിനൊരു മുന്നറിയിപ്പില്ലാതെ വന്നത്? ഹമ്പാടി തറവാട്ടിലേക്ക് വരാൻ എനിക്കൊരു മുന്നറിയിപ്പ് നൽകേണ്ട ആവശ്യമില്ലല്ലോ. എപ്പം വരാൻ തോന്നു അപ്പം കയറി വരാം. എന്താ അതിൽ വല്ല സംശയമുണ്ടോ യദു കൃഷ്ണന്? അല്ലെങ്കിൽ ഇവിടെ ഓരോന്ന് നടക്കുന്നത് ആരെയും മുൻകൂട്ടി അറിയിച്ചിട്ടില്ലല്ലോ. ഇന്നലെ പാറുട്ടിയമ്മ വിളിച്ചപ്പായിരുന്നു എൻ്റെ ഏട്ടനും ആത്മസുഹൃത്തുമായി യദുകൃഷ്ണൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് അറിഞ്ഞത്. എന്നാൽ പിന്നെ നേരെ വന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കാമെന്ന് കരുതി നേരെ ഇങ്ങ് പോന്നു. വന്നപ്പോൾ കണ്ട കാഴ്ച ഉഗ്രൻ കാഴ്ചയുമായിരുന്നു. അല്ലടാ, ഇത് നിൻ്റെ ഭാര്യ തന്നെയല്ലേ? അല്ല, ഞാൻ വരുമ്പോൾ ബോൾ തട്ടുന്ന പോലെ തട്ടുന്നതുകൊണ്ട് ചോദിച്ചു പോയതാണ്. താനിങ്ങനെ പകച്ചു നിൽക്കാത്തോടോ, നമുക്ക് വിശദമായി പിന്നെ പരിചയപ്പെടാം. ആദ്യം ഞാൻ പോയി എൻ്റെ പാറുട്ടിയമ്മ ഒന്ന് കണ്ടുവരട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഇയാളെ എനിക്ക് കഴിക്കാനുള്ളത് എടുത്തു വെക്ക്. എന്താ അറിയില്ല, ഭയങ്കര വിശപ്പ്. നന്ദയോട് അത്രയും പറഞ്ഞ് പാറമ്മയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയ ജിതിനെ പിടിച്ചു നിർത്തിയത് യദുവിൻ്റെ വാക്കുകളായിരുന്നു. ഫുഡ് കഴിക്കാനാണെങ്കിൽ നമുക്ക് പുറത്തു പോയി വയ്ക്കാം, അതാവും നിൻ്റെ ശരീരത്തിന് നല്ലത്. അതാകുമ്പോൾ നമുക്ക് വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. ഇവളുണ്ടാക്കിയത് വായിൽ വെക്കാൻ കൊള്ളില്ലടാ. ആദ്യം നീ അമ്മയെ കണ്ടുവാ, എന്നിട്ട് നമുക്ക് പുറത്തു പോവാം. നീ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അമ്പാടി തറവാട്ടിൽ യദുകൃഷ്ണന് ഭക്ഷണം കഴിക്കാനേ ഇവിടെ പ്ലേറ്റൊന്നും ഇല്ലടാ. അല്ല, നിൻ്റെ കയ്യിലാണ് ഭക്ഷണം കഴിച്ചതിൻ്റെ അടയാളം കാണുന്നതെങ്കിൽ അതിൻ്റെ ബാക്കി കാണുന്നത് ഇതേ ഇവളുടെ മുഖത്താണല്ലോ. ഇതേ കണ്ടില്ലേ? അതും പറഞ്ഞുകൊണ്ടാണ് നന്ദയുടെ കവളിൽ പറ്റി പിടിച്ചിരിക്കുന്ന കോവക്ക മെഴുക്ക് പുരട്ടിയത് കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ആ സമയം ഒരു മറുപടി പറയാനാവാതെ യദു നിന്നുപോയി. അവൻ്റെ മൗനം കണ്ടതും നന്ദയുടെ കവളിൽ നിന്ന് എടുത്ത കോവക്ക കഷ്ണം അവൻ വായിലേക്ക് വെച്ചതും ഞെട്ടി വിറച്ചുകൊണ്ട് അവനെ തന്നെ തറഞ്ഞു നിൽക്കുമായിരുന്നു നന്ദ. ജിതിൻ്റെ പ്രവൃത്തി കണ്ടതും യദുവിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് കണ്ടതോടെ നന്ദയുടെ മേനി പേടിക്കൊണ്ട് തണുത്തുപോയതുപോലെ തോന്നി അവൾക്ക്. എൻ്റെ പൊന്നോ, ഇതാണോ നീ പറഞ്ഞത് ഒന്നിനും കൊള്ളാത്ത ഭക്ഷണം എന്ന്? എൻ്റെ പൊന്നു മോളെ, കള്ള് സിഗരറ്റും കുത്തിക്കയറ്റിയേ നിൻ്റെ ചെക്കൻ്റെ നാവിൻ്റെ രുചിയൊക്കെ പോയി കാണും. അല്ലെങ്കിൽ ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം, അത് തന്നെ നാടൻ ഭക്ഷണം മുമ്പിലുള്ളപ്പം ആരെങ്കിലും ഹോട്ടൽ തേടി പോവോ? എന്തായാലും പാറുട്ടിയമ്മ ഉച്ചമയക്കത്തിലാവും, അതുകൊണ്ട് ആദ്യം ഭക്ഷണം കഴിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൾ ഡ്രെയിനിങ് ടേബിളിലേക്ക് ഇരുന്നതും കുറച്ചു മുമ്പേ താനുണ്ടാക്കിയ ഭക്ഷണത്തെ പുച്ഛിച്ചുകൊണ്ട് യദു പറഞ്ഞ വാക്കുകളായിരുന്നു നന്ദയുടെ ഉള്ളിൽ. അത് മനസ്സിലേക്ക് വരുംതോറും പിടയുന്ന മിഴികളോടെ അവളുടെ നോട്ടം യദുവിലെത്തുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും നിറഞ്ഞു നിന്നത് അവളോടുള്ള പുച്ഛം മാത്രമായിരുന്നു. എടോ, നിങ്ങളിങ്ങനെ കണ്ണും കണി നോക്കി നിന്നാലേ എൻ്റെ വിശപ്പ് അറിയോ? നീ ആ ഭക്ഷണം വിളമ്പിതായോ? കളിയൊക്കെ കൊള്ളുള്ള ജിതിൻ്റെ സംസാരം കേട്ടതു അവൾ വേഗം തന്നെ അവളുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ഇയാൾ കഴിച്ചോ? അവൻ പിന്നെ രുചി പോരാന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നില്ല. ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം, അവൾ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ ആരാണെന്നോ വിളിക്കണം എന്താണെന്നോ അവൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മറുപടി കൊടുത്തുകൊണ്ട് മാറി നിന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലായി നിനക്ക്? അവളുടെ മനസ്സ് അറിഞ്ഞ പോലെ അവൻ ചോദിച്ചു. നീ എന്ന് വിളിക്കാലോ അല്ലേ? ഏട്ടൻ്റെ ഭാര്യയാണേലും പ്രായം കുറവായതുകൊണ്ട് നീ എന്ന് തന്നെ വിളിക്കാം, അതാണ് എനിക്കിഷ്ടം. ജിതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അവൾ യദുവിനൊന്ന് നോക്കി. അവനെ നോക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. അല്ലാതെ ആ കടവയുടെ വായിൽ നിന്ന് നിനക്കുള്ള ഉത്തരം കിട്ടില്ല. എൻ്റെ പുല്ലേ, നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പേരും തൂക്കി എൻ്റെ മുമ്പിലേക്ക് വന്നേക്കരുതെന്ന്. നിനക്ക് ചേർന്ന പേര് ഞാൻ വിളിച്ചത് സ്വഭാവം പ്രവർത്തി വെച്ച് നോക്കുമ്പോൾ കടുവ പോലും മാറി നിൽക്കും മോനെ. ഞാനിവൻ്റെ ചെറിയച്ഛൻ്റെ മോൻ, പേര് ജിതിൻ രാജ്.
പാറുട്ടിയമ്മക്കും ഞാൻ മോൻ തന്നെയാണ് കേട്ടോ. ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണും. നന്ദി നോക്കി ജിതിൻ തുടർന്നു. എന്നെ എന്ത് വിളിക്കുമെന്ന് കൺഫ്യൂഷൻ വേണ്ട. ജിത്തു എന്നോ ഏട്ടനെന്നോ അങ്ങനെ എന്ത് വിളിക്കാം, തേറി ഒഴികെ. എന്തോ അവളെ മനസ്സറിഞ്ഞ പോലുള്ള അവൻ്റെ സംസാരവും ഇതുവരെ ആരിൽ നിന്നും കിട്ടാത്ത സ്നേഹവും അനുഭവിച്ചറിയുമ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു ഇഷ്ടവും ബഹുമാനമൊക്കെ തോന്നിപ്പോയി. അവൻ്റെ വാത്തോരാതെയുള്ള സംസാരത്തിനെല്ലാം അവൾ അവനൊരു നേർത്ത പുഞ്ചിരി സമ്മാനിച്ചു. എന്തായാലും നീ കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവളെ മറുകി പിടിക്കുക പോലും കാത്തു നിൽക്കാതെ ജിതിൻ അവളെ കയ്യിൽ പിടിച്ച് അവൻ്റെ അരികിലിരുത്തിയതും അത് യദുവിൽ ദേഷ്യം കൂട്ടുകയായിരുന്നു. അവൻ്റെ നോട്ടത്തിൽ അവളെ ചുരുട്ടിക്കാനുള്ള പകയുണ്ടെന്ന് ജിതിന് അറിയാമായിരുന്നു. കയറി വരുമ്പോൾ യദുവിൻ്റെ ഭാര്യയോടുള്ള പ്രവൃത്തി ജിതിന് വല്ലാത്ത ദേഷ്യം നിറച്ചത് കൊണ്ടാവാം ഇനിയും അവൻ്റെ മുമ്പിൽ വേദനിക്കാൻ ആ പാവം പെണ്ണിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് മനസ്സുകൊണ്ട് അവനും തീരുമാനിച്ചത്. എന്തോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും അവൾ തൻ്റെ ആരൊക്കെയാണെന്ന് തോന്നൽ അവനിലും നിറഞ്ഞു നിന്നു. എൻ്റെ യദു, ഇങ്ങനെ വായി നിൽക്കാതെ വേണേലേ വന്ന് കഴിക്കാൻ നോക്ക്, അല്ലാതെ ഞങ്ങൾ കഴിക്കുന്നതിൽ കൊതി പിടിച്ച് നിൽക്കല്ലേ. പിന്നെ ഇവൾക്കൊപ്പം ഇരുന്ന് കഴിക്കുന്നതിൽ അന്തസ്സ് കാണും തെരുവ് നായ്ക്കൾക്കൊപ്പം കഴിക്കുന്നത്. നാണല്ലല്ലോ നിനക്ക് കണ്ട വൃത്തികെട്ടവളുടെ കൂടെ ഇരുന്ന് ഞണ്ണാനും മുട്ടാനും. വൃത്തികെട്ടവളോ? അപ്പം ഇത് നിൻ്റെ വൈഫല്ലേ? അയ്യേ, ഞാൻ നിൻ്റെ വൈഫാണെന്നാ കരുതിയത്. കൂടെ ഇരുത്തിയതും സംസാരിച്ചതെല്ലാം. അവൻ്റെ ആക്കിക്കൊണ്ടുള്ള സംസാരം യദുവിൽ ദേഷ്യം കൂട്ടി. ആ ദേഷ്യം മുഴുവൻ തീർത്തത് നന്ദിയെ ദയിപ്പിച്ചുകൊണ്ടുള്ള നോട്ടത്തിൽ കൂടെയായിരുന്നു. അല്ലടാ, നീ എന്തിനാ ഈ പേരുകെട്ട അമ്പാടിത്തറവാട്ടിലെ വൃത്തികെട്ടവരെല്ലാം താമസിപ്പിക്കുന്നത്? അടിച്ചെടുക്കാൻ പാടില്ല നിനക്ക്. ഇനി ഞാൻ ചെയ്യണോ ആ ജോലി? ജിതിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ മറുപടി എന്ത് പറയണമെന്നറിയാതെ അവൻ നിന്നു. ജിതിൻ പറഞ്ഞു, നാളല്ലടാ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കാൻ. ചേർത്ത് പിടിച്ചില്ലെങ്കിലും ഒരു മനുഷ്യനായി പരിഗണിച്ചൂടെ നിനക്ക്? പിന്നെ ചേർത്ത് പിടിക്കാൻ പറ്റിയൊരു സാധനം എന്നും പറഞ്ഞ് പുച്ഛത്തോടെ മുഖം തിരിച്ചു. യദുവിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ കേട്ടതും വിളമ്പി വെച്ച ഭക്ഷണത്തിന് മുമ്പിൽ നിന്നും കണ്ണീരോടെ അവൾ എഴുന്നേറ്റ് പോകാൻ തുനിഞ്ഞ അവളെ കയ്യിൽ ജിതിൻ്റെ കൈകൾ അമർന്നു. ആ സമയം ഒരു പകപ്പോടെയായിരുന്നു അവൾ അവനെ നോക്കിയത്. നീ എവിടെയൊക്കെ ഇവിടെ ഇരിക്കി, നിങ്ങൾ കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. വിളമ്പി വെച്ച ഭക്ഷണത്തിന് അവഗണിച്ച് പോവാനേ നിനക്ക് പറ്റുമെങ്കിൽ പൊയ്ക്കോ. അങ്ങനെയാണ് നിൻ്റെ അച്ഛനമ്മയും നിന്നെ പഠിപ്പിച്ചതെങ്കിലേ നിനക്ക് പോവാം. പക്ഷെ ചെയ്യുന്നതിൽ ശരിയും തെറ്റും നല്ലതുപോലെ ഓർത്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. എന്താ കഴിക്കുന്നില്ലേ? നിന്നോടാണ് ചോദിക്കുന്നത്, കഴിക്കുന്നില്ലേ എന്ന്. അവൻ്റെ സ്വരം അല്പം ഉയർന്നതും ഒരക്ഷരം മിണ്ടങ്ങിയത് അവൾ അവിടെ തന്നെ ഇരുന്നു പോയി. ആ സമയം ജിതിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഭക്ഷണത്തെ ഇന്നോളം അവഗണിച്ചിട്ടില്ല. എത്ര സങ്കടം ഉണ്ടാലും വിളമ്പിയ ഭക്ഷണത്തിൽ ഇന്നോളം കളഞ്ഞിട്ടുമില്ല. കാരണം കളയുന്ന ഭക്ഷണം കാണുമ്പോൾ അത് കിട്ടാത്തവൻ്റെ കണ്ണീർ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ചങ്ക് പൊട്ടുന്ന വേദനയിൽ അവൾ ആ ഭക്ഷണം ഇറക്കുമ്പോഴും തൊണ്ടക്കുഴയിൽ ചെന്ന് തങ്ങി നിൽക്കും പോലെ തോന്നി അവൾക്ക്. ജിതിൻ്റെ അരികിലിരുന്ന് അവൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അത് തന്നെ ധിക്കരിക്കും പോലെയായിരുന്നു യദുവിന് തോന്നിയത്. അവളിലുള്ള ദേഷ്യം മുഴുവൻ അടുത്തുള്ള ഫ്ലവറിൽ തീർക്കുന്നതിനോടൊപ്പം അവൻ്റെ മുഖത്തെ ജിതിൻ്റെ കൈകൾ പതിഞ്ഞിരുന്നു. തുടരും. ഈ ജിതിനാണോ നമ്മുടെ രക്ഷകൻ? കാത്തിരിക്കാം ഇനി എന്താകും നമ്മുടെ നന്ദയുടെ ജീവിതമെന്ന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കുക. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ മിസ് എൽസ മുസ്തി സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.